കൗവായിക്കായലിൽ കല്ലുമ്മക്കായ കൃഷി വീണ്ടും സജീവമായി. കഴിഞ്ഞ വർഷം മികച്ച വില ലഭിച്ചത് പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും വിത്തിന്റെ വില കൂടിയത് കല്ലുമ്മക്കായ കർഷകരെ പിറകോട്ടടിപ്പിക്കുകയാണ്. സീസൺ ആരംഭിക്കാൻ കാത്തിരുന്നവർക്ക് കല്ലുമ്മക്കായ വിത്തിന്റെ കൂടിയ വില പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. വലിയ വില കൊടുത്ത് വിത്ത് വാങ്ങിയാലും കൃഷി വിജയിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് വിത്ത് എത്തിക്കുന്നത്. വിത്തിന് 3000 രൂപയാണ് ഈ സീസണിൽ ആദ്യം ഈടാക്കിയിരുന്നത്. ഇപ്പോൾ 6000 രൂപ വരെ ഒരു ചാക്ക് വിത്തിന് നൽകേണ്ടി വരുന്നുണ്ട്. ഇത് കർഷകർക്ക് വലിയ ബാധ്യതയാണ് സൃഷ്ടിക്കുക. കല്ലുമ്മക്കായ വിത്തിന് വിലസ്ഥിരത ഉറപ്പാക്കണം എന്നാണ് കർഷകരുടെ ആവശ്യം. നമ്മുടെ കല്ലുമ്മക്കായ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് ഈ കല്ലുമ്മക്കായുടെ വിത്തിനാണ്. സാധാരണ ഒരു കല്ലുമ്മക്കായ ഇറക്കുന്നതിൻ്റെ ഒരു 50% കൂടുതൽ വില വരുന്നത് ഈ വിത്തിന് വേണ്ടി മാത്രമാണ്. ഈ വില സ്ഥിരപ്പെടുത്താനുള്ള ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ അത് ഇനിയുള്ള കൃഷിയെ ബാധിക്കുന്നതായിട്ട് ഈ മേഖലയിലേക്ക് ആൾക്കാർ വരുന്നത് കുറയ്ക്കുകയാണ്. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഇറക്കിയതിൽ ഒരുപാട് ആൾക്കാർക്ക് നഷ്ടം വന്നു. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷം ആൾക്കാരുടെ എണ്ണം കുറവായിരുന്നു കൃഷി ഇറക്കിയത്. ആകെ ഉൽപാദന ചെലവിന്റെ പകുതിയോളം തുക ഇപ്പോൾ വിത്തിന് നൽകേണ്ട സ്ഥിതിയാണ്. ഇതിനു പുറമെയാണ് കൃഷി ഇറക്കുന്നതിനുള്ള കൂലിച്ചെലവ്. വലിയ വില കൊടുത്തു വാങ്ങിയിട്ടും വിത്തിന് ഗുണമില്ലാത്തതിനെ തുടർന്ന് കൃഷി നശിച്ച സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വിത്തിട്ട് ആഴ്ചകൾക്ക് ശേഷം വളർച്ച പരിശോധിക്കാൻ കയർ ഉയർത്തി നോക്കുമ്പോൾ മാത്രമാണ് കൃഷിനാശം സംഭവിച്ചത് മനസ്സിലാക്കുക. തുടർച്ചയായ വർഷങ്ങളിൽ കൃഷിയിൽ നഷ്ടം സംഭവിച്ചതിനാൽ കഴിഞ്ഞ വർഷം വരെ കുറച്ച് കർഷകർ മാത്രമാണ് കൗവായിക്കായലിൽ കല്ലുമ്മക്കായ കൃഷി നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മികച്ച വിലയും കഴിഞ്ഞ വർഷം ലഭിച്ചിരുന്നു. കർഷകന് ന്യായവില ഉറപ്പാക്കാനും ഗുണമേന്മയുള്ള വിത്ത് ലഭ്യമാക്കുന്നതിനും സർക്കാർ തലത്തിൽ സംവിധാനം ഒരുക്കണമെന്ന് വർഷങ്ങളായുള്ള ആവശ്യമാണെങ്കിലും ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല.